ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിമർശനം, വിമർശിക്കുക. വിമർശനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. ദൈനംദിന ജീവിതത്തിൽ നാം എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് വിമർശനം എന്നത്. ധാരാളമായി നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നാണ്. എന്നാൽ അപൂർവമായി ചിലപ്പോൾ കല, കായിക, സാഹിത്യ, മത, ആത്മീക മണ്ഡലങ്ങളിൽ നിന്നും ചിലപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. എന്താണ് വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വിമർശനം എന്നാണ് ഉണ്ടായത്? ആരാണ് വിമർശനം കൊണ്ടുവന്നത്? വിമർശനത്തിൻ്റെ ശരിയായിരിക്കുന്ന അർത്ഥം എന്താണ്? കുറ്റം പറയുന്നതാണോ വിമർശനം? ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് കുറ്റം പറയുന്നതാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതോ അപഹസിക്കുന്നതോ ആയതാണ് വിമർശനമെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ വിമർശനം എന്ന് പറയുന്നതിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ല, അതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. വിമർശനം എന്ന വാക്കിന്, അല്ലെങ്കിൽ വിമർശിക്കുക എന്ന ആ വാക്കിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം ക്രിട്ടിസൈസ് എന്നാണല്ലോ. വാസ്തവത്തിൽ ഈ ക്രിട്ടിസൈസ് എന്നത് ഒരു ഇംഗ്ലീഷ് വാക്കല്ല. ഈ വാക്ക് ഉത്ഭവിച്ചത് രണ്ട് പദങ്ങളിൽ നിന്നാണ്. അതായത് രണ്ട് ഭാഷകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് ക്രിട്ടിസൈസ് അഥവാ വിമർശിക്കുക എന്ന വാക്ക്. ഫ്രഞ്ച് പദമായ ക്രിട്ടിക്ക എന്നതിൽ നിന്നും ഗ്രീക്ക് പദമായ ക്രിത്തിക് എന്ന പദത്തിൽ നിന്നുമാണ് ക്രിട്ടിസൈസ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. അപ്പോൾ ക്രിട്ടിസൈസ് എന്ന വാക്ക് ഉത്ഭവിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഗ്രീക്കിൽ മാത്രമായിട്ട് ഈ ക്രിട്ടിസൈസിന് അല്ലെങ്കിൽ വിമർശിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ക്രിട്ടിക്കാരോ എന്നാണ്. ക്രിട്ടിസൈസ് അല്ലെങ്കിൽ ക്രിട്ടിക്കാരോ എന്ന ആ വാക്കിന് ഒറ്റ വാക്കിൽ അർത്ഥം കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഗുണദോഷ നിരൂപണം ചെയ്യുക എന്നാണ് വിമർശിക്കുക എന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ വിമർശനം എന്ന പദം എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് മനസ്സിലായല്ലോ. ലിഖിതമോ വാമൊഴിയോ ആയ ഒരു പ്രസംഗത്തിൻ്റെ അച്ചടക്കമുള്ളതും വ്യവസ്ഥാപിതവുമായ പഠനത്തിൻ്റെ ഒരു രീതിയാണ് വിമർശനം എന്ന് പറയുന്നത്. വിമർശനത്തിൽ തെറ്റ് കണ്ടെത്തുന്നതിനേക്കാൾ പ്രാധാന്യം തിരിച്ചറിയൽ ആണ്. ഒരാളുടെയോ എന്തിൻ്റെയെങ്കിലുമോ നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു വിധിന്യായമാണ് വിമർശനം എന്നത്. എഴുത്തുകൾ, അഭിപ്രായങ്ങൾ, സൈദ്ധാന്തികം, പ്രായോഗികം, വൈകാരികം, വിവരണാത്മകം എന്നിവയെല്ലാം വിമർശനത്തിന് വിധേയമാണ്. അപ്പോൾ ഈ പറയപ്പെടുന്നതെല്ലാം വിമർശിക്കപ്പെടേണ്ടതാണ്. അത് വിമർശനത്തിന് വിധേയമാണ്. എന്നെ ആരും വിമർശിക്കരുത് എന്ന് ചിന്തിക്കുന്നതിൽ, പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വിമർശനാത്മകമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആരെയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം, ഏതിനെയും വിമർശിക്കാം. പക്ഷേ വിമർശിക്കപ്പെടേണ്ടത് വ്യക്തികളെയല്ല, മറിച്ച് ആശയങ്ങളെയാണ്, ആദർശങ്ങളെയാണ്. ഒരാളുടെ ആശയങ്ങളെയോ ആദർശങ്ങളെയോ അല്ലെങ്കിൽ കലാ, സാഹിത്യ, സാമൂഹികമായ ആ ചുറ്റുപാടുകളെ നമുക്ക് വിമർശിക്കാം. പക്ഷെ അതെല്ലാം എങ്ങനെയായിരിക്കണം? അതിന് നിബന്ധനകളുണ്ട്. കാവ്യത്തെയോ കഥാരൂപത്തെയോ സാഹിത്യത്തെയോ കലാസൃഷ്ടിയെയോ അല്ലെങ്കിൽ സൈദ്ധാന്തികപരമായിട്ടോ താത്വികമായിട്ടോ ഒക്കെയും വിമർശിക്കാം. പക്ഷെ അതിനെല്ലാം മാനദണ്ഡങ്ങളുണ്ട്. വിമർശനം സൃഷ്ടിപരവും യുക്തിപരവും ആരോഗ്യപരവും ആയിരിക്കണം. വിമർശനം ആശയങ്ങളോട് ആയിരിക്കണം, ആളുകളോടായിരിക്കരുത്. ആർക്കും ആരെയും വിമർശിക്കാം. വിമർശിക്കുന്നയാൾ വലിയവനാകുമെന്നോ വിമർശനം ഏൽക്കേണ്ടി വരുന്നയാൾ ചെറിയവനാകുമെന്നോ ശങ്കിക്കേണ്ട ആവശ്യമില്ല, കരുതേണ്ട ആവശ്യമില്ല. അപ്പോൾ വിമർശനം എങ്ങനെയായിരിക്കണം? അത് സൃഷ്ടിപരമായിരിക്കണം, അത് യുക്തിപരമായിരിക്കണം, അത് ലോജിക്കലായിരിക്കണം.
ആരോഗ്യകരവും ആയിരിക്കണം. ഒരാളെ നിശിതമായിട്ടോ രൂക്ഷമായിട്ടോ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹത്തിൻ്റെ പോരായ്മകളെയും ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ അയാളിലുള്ള നല്ല വശങ്ങളെയും ചൂണ്ടിക്കാണിക്കും. അപ്പോൾ വിമർശനം വാസ്തവത്തിൽ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, ഒരാളെ തിരുത്തുന്നതിനു കൂടിയാണ്. ഒരാളെ നേരായ പന്താവിലേക്ക് നയിക്കുന്നതിനും അയാളെ തിരുത്തുന്നതിനും കറക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് വിമർശനം. പക്ഷേ ഈ വിമർശനത്തിൻ്റെ അതിൻ്റെ ശരിയായിരിക്കുന്ന ശാസ്ത്രീയമായ വശങ്ങളെ മനസ്സിലാക്കാതെയാണ് ആളുകൾ പലപ്പോഴും പലരെയും വിമർശിക്കുന്നത്. അങ്ങനെയുള്ള ചില വിമർശനങ്ങൾ വ്യക്തികളിലേക്ക് ചുരുങ്ങുന്നതായി കാണാം. പക്ഷേ വ്യക്തികളെ വിമർശിക്കുവാനായിട്ട് പാടില്ല എന്നതാണ് വിമർശനത്തിൻ്റെ ശാസ്ത്രീയത. അപ്പോൾ വിമർശനം എന്നെ ആരും വിമർശിക്കരുത്, ഞാനും ആരെയും വിമർശിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് എന്തിനേയും ഏതിനേയും വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷെ വിമർശിക്കുമ്പോൾ അത് ആരോഗ്യകരമായ യുക്തിസഹമായ നിലയിൽ വേണം വിമർശിക്കുവാൻ എന്നാണ് വിമർശനത്തിൻ്റെ പൊതുവെയുള്ള താത്വികമായിരിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം. അതനുസരിച്ച് വേണം വിമർശിക്കുവാൻ. അപ്പം അങ്ങനെയുള്ള വിമർശനങ്ങൾ കൊണ്ട് വിമർശിക്കപ്പെടുന്നവർക്ക് ഗുണമാണ് ഉണ്ടാകുന്നത്. അല്ലാതെ അദ്ദേഹത്തെ ഒരു വ്യക്തിയെ തരം താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടോ ഇകഴ്ത്തുവാനോ പുകഴ്ത്തുവാനോ അല്ല നാം വിമർശിക്കേണ്ടത്. മറിച്ച് പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയെ നേരായ പന്താവിലേക്ക് നയിക്കുന്നതിനും അദ്ദേഹത്തിന് കൂടുതൽ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതുമായിരിക്കണം വിമർശനം. അപ്പോൾ ആ നിലയിലുള്ള ഒരു വിമർശനാത്മകമായ സമീപനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. വിമർശനത്തിൻ്റെ 3 പ്രത്യേകതകൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, വിമർശനത്തിൻ്റെ തത്വശാസ്ത്രം. വിമർശനത്തിൻ്റെ തത്വശാസ്ത്രപരമായ ചിന്താഗതി എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഫിലോസഫിക്കലായിട്ട് നാം ഈ വിമർശനത്തെ വിലയിരുത്തുമ്പോൾ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തത്വചിന്തകനായ ഗിയാനി വാട്ടിമോ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സാഹിത്യ കല കാവ്യ രൂപങ്ങളെയാണ് ധാരാളമായി വിമർശിക്കപ്പെടുന്നത് എന്നാണ് ഈ തത്വചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സാഹിത്യ മേഖലയാകട്ടെ, ഒരു സാഹിത്യത്തെ ആകട്ടെ, ഒരു കലയെ ആകട്ടെ, കാവ്യത്തെ ആകട്ടെ, കലാരൂപത്തെ ആകട്ടെ, അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തികമായ ഏതെങ്കിലും ചിന്തയാകട്ടെ, അല്ലെങ്കിൽ തത്വചിന്തയാകട്ടെ, കൂടുതൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് താത്വികനായ ഗിയാനി വാട്ടിമോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വിമർശനങ്ങൾ കൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ദോഷം വരുന്നില്ല. അവിടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകാൻ വിമർശനം സഹായകരമായി തീരുന്നു എന്നാണ് തത്വചിന്തപരമായി, താത്വികമായി, അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ട് വിമർശനത്തിന് നൽകിയിരിക്കുന്ന നിർവചനം. ഒരു തത്വചിന്തകൻ തൻ്റെ ഒരു തത്വചിന്ത താൻ ആവിഷ്കരിക്കുമ്പോൾ, ഒരു വിമർശനം അതിന് നേരെ വരുമ്പോൾ, ആ വിമർശനം അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി കൂടുതൽ നല്ല തത്വചിന്തയിലേക്ക് നയിക്കുവാൻ, അല്ലെങ്കിൽ മുൻപോട്ട് പോകുവാൻ, ഒരു നല്ല തത്വചിന്ത ആവിഷ്കരിക്കുവാൻ വിമർശനത്തിലൂടെ സഹായിക്കുന്നു എന്നാണ് തത്വചിന്തകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹിത്യ മേഖലകളിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. ഒരു സാഹിത്യകാരൻ ഒരു രചന നിർവഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കവി ഒരു കവിത എഴുതുമ്പോൾ, ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശില്പി ഒരു ശില്പത്തെ കൊത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പോരായ്മകളെ ഒരു പക്ഷേ ചൂണ്ടിക്കാണിച്ചേക്കാം. അത് ആരോഗ്യകരമായൊരു വിമർശനമാണ്. അപ്പോൾ ആരോഗ്യകരമായ വിമർശനങ്ങൾ സാഹിത്യ കലാ മണ്ഡലങ്ങളെ കൂടുതൽ പരിപോഷിപ്പിക്കുവാനേ അത് കഴിയുന്നുള്ളൂ എന്നാണ് തത്വചിന്തകനായ ഈ എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഈ താത്വികൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാഹിത്യത്തെയോ കലയോ അല്ലെങ്കിൽ ശില്പത്തെയോ ഒക്കെ വിമർശിക്കുമ്പോൾ ആ ശില്പിയെയോ അല്ലെങ്കിൽ ആ എഴുതിയ ആളെയോ അല്ല വിമർശിക്കുന്നത്, മറിച്ച് ആ കാവ്യത്തെയാണ്, ആ കലാസൃഷ്ടിയെയാണ് വിമർശിക്കുന്നത്. ആയതിനാൽ ആ കലാസൃഷ്ടിയെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് വളർത്തിയെടുക്കുവാൻ ഈ വിമർശനം കൊണ്ട് പര്യാപ്തമായി തീരുന്നു എന്നാണ് വിമർശനത്തിൻ്റെ ഫിലോസഫിക്കലായ കാഴ്ചപ്പാട്. അത് സ്വയം വിമർശനമാകട്ടെ അല്ലെങ്കിൽ ആത്മവിമർശനം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. മറ്റുള്ളവർ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതലായി നാം നമ്മെ തന്നെ വിമർശിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കലാ സാഹിത്യ മണ്ഡലങ്ങളിൽ
വിരാജിക്കുന്നവരെല്ലാം സ്വയം വിമർശിക്കപ്പെടുന്നതിൽ സംതൃപ്തരാണ്. അവർ ഏറെക്കുറെ സ്വയം വിമർശനാത്മകമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്നാണ് ഈ തത്വചിന്തപരമായ രീതിയിൽ വിമർശനത്തെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അടുത്തതായി വിമർശനത്തിൻ്റെ മനഃശാസ്ത്രം. സൈക്കോളജിക്കലായിട്ട് വിമർശനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മനഃശാസ്ത്രപരമായി വിമർശനത്തെ 3 തരംതിരിക്കുന്നു. അത് 1 വിനാശകരം, 2 സൃഷ്ടിപരം, 3 പ്രബോധനപരം. വിനാശകരമായ വിമർശനം തകർക്കുന്നു, സൃഷ്ടിപരമായ വിമർശനം ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നു. അത് ഒരു പ്രശ്നം തിരിച്ചറിയുകയും പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രബോധനപരമായ വിമർശനം ഒരാൾക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ വിജ്ഞാനങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുവാൻ അത് സഹായിക്കുന്നു എന്നാണ് സൈക്കോളജിക്കലായിട്ട് വിമർശനത്തെ വിലയിരുത്തിയിരിക്കുന്നത്. അതായത് വിനാശകരമായ വിമർശനം ഗുണം ചെയ്യുന്നില്ല, അത് കേവലം കുറ്റപ്പെടുത്തൽ മാത്രമാണ്. അസൂയ നിറഞ്ഞതോ വൈരാഗ്യം നിറഞ്ഞതോ ഉള്ളതായ ചില കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ്. അത് ആരോഗ്യകരമായ വിമർശനമല്ല. അതുകൊണ്ട് വിനാശകരമായ വിമർശനം ആരും ചെയ്യരുത്. അത് വിമർശിക്കുന്നവർക്കും വിമർശനം ഏറ്റുവാങ്ങുന്നവർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് നാം പ്രയോജനമില്ലാത്ത ഒന്നായി അതിനെ തള്ളിക്കളയണം. രണ്ടാമത് സൃഷ്ടിപരമായ വിമർശനമാണ്. അത് നല്ലതാണ്. അപ്പോൾ വിമർശനം സൃഷ്ടിപരമായിരിക്കണം. അപ്പോൾ വിമർശിക്കപ്പെടുമ്പോൾ അത് വിമർശനം ഏൽക്കേണ്ടി വരുന്ന ആൾക്ക് അയാളുടെ എന്ത് ആശയത്തെയാണ് അല്ലെങ്കിൽ ഏത് കലാമൂല്യത്തെയാണ് ഏത് ആദർശത്തെയാണോ വിമർശിച്ചിരിക്കുന്നത് അതിലെ പോരായ്മകൾ കണ്ടെത്തി അതിനെ തിരുത്തി മുൻപോട്ട് പോകുവാൻ ഇങ്ങനെയുള്ള സൃഷ്ടിപരമായ വിമർശനങ്ങൾക്ക് ഗുണമുണ്ടാകുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. മൂന്നാമത് പ്രബോധനപരമായ വിമർശനമാണ്. മനഃശാസ്ത്രപരമായ പ്രബോധനപരമായ ഈ വിമർശനം നിശ്ചയമായിട്ടും ഗുണം ചെയ്യുന്നതായ ഒന്നാണ്. അത് അവർക്ക് കൂടുതൽ കരുത്ത് പകരുവാനും അവരെ കൂടുതൽ ധൈര്യപ്പെടുത്തുവാനും കൂടുതൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല എന്താണോ ആ മേഖലയിൽ കൂടുതൽ അവർക്ക് മുൻപോട്ട് പോകുവാൻ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നാണ് മനഃശാസ്ത്രപരമായി അതിനെ വിലയിരുത്തിയിരിക്കുന്നത്. വിമർശനം ചിലർക്ക് ഒരു പരിചയം, ദുർബലത ഒഴിവാക്കാനുള്ള ഒരു മാർഗമായും മറ്റുള്ളവരെ വിമർശിക്കുന്നതിലൂടെ അവർ സ്വന്തം പോരായ്മകളിൽ നിന്നും വിധികളിൽ നിന്നും ഭയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നു അഥവാ ഓടി ഒളിക്കുന്നു. അപ്പോൾ മനഃശാസ്ത്രപരമായി വിമർശനത്തെ നോക്കിക്കാണുമ്പോൾ ചില ആളുകൾ വിമർശനത്തെ ഭയക്കുന്നു. അവർ മറ്റുള്ളവരെ വിമർശിക്കും, എന്നാൽ സ്വയം വിമർശനം ഏൽക്കുവാൻ അവർ തയ്യാറല്ല. അവനവൻ്റെ പോരായ്മകളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിച്ച് തിരുത്തുവാൻ തയ്യാറാകാതെ അവരനെ വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. അത് വിമർശിക്കുവാനുള്ള കാരണം എന്താണ്? തൻ്റെ പോരായ്മകളെയും കഴിവില്ലായ്മകളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് അങ്ങനെ ആ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്ന അവരിൽ നിന്നും അവർ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സ്വീകരിക്കുവാൻ മനസ്സില്ലാതെ സ്വയം തിരുത്തപ്പെടുവാനോ മറ്റുള്ളവരാൽ തിരുത്തപ്പെടുവാനോ തയ്യാറാകാതെ അവനവൻ്റെ തെറ്റുകളും പോരായ്മകളും അവനവനിലേക്ക് തന്നെ ഒതുക്കിക്കൊണ്ട് ഓടി ഒളിക്കുന്ന മനോഭാവമുള്ള ചിലരുണ്ട്. അത് ശരിയായിരിക്കുന്ന ഒന്നല്ല. എല്ലാ കാര്യങ്ങളിലും വിമർശന വിധേയമായി തീരുന്നത് ഗുണം ചെയ്യും. അപ്പോൾ ഈ പറയുന്നതായ വിനാശകരമായ വിമർശനം നല്ലതല്ല. സൃഷ്ടിപരവും പ്രബോധനപരവും ആരോഗ്യകരമായ വിമർശനത്തെ മനഃശാസ്ത്രം സ്വാഗതം ചെയ്യുന്നു. അത് മനുഷ്യന് ഗുണം ചെയ്യുന്നതാണ് എന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതായി വിമർശനത്തിൻ്റെ ദൈവശാസ്ത്രം. വിമർശനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്തു പറയുന്നു? വിമർശനം എന്ന വാക്ക് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് എന്ന ഇംഗ്ലീഷ് വാക്ക് വിശുദ്ധ ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ എവിടെയും അങ്ങനെ ഒരു വാക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ വിമർശനത്തിൻ്റെ ചില ചിത്രങ്ങൾ, സ്വഭാവങ്ങൾ, അർത്ഥങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വിമർശനാത്മകമായ ഒരു വാക്ക് ആദ്യമായി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിസ്തുല്യനായ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വിമർശിച്ചതായ ആ സന്ദർഭം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം
7-ാം അധ്യായത്തിലാണ് ഈ കാര്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോൽ ഇരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നിസ്തുലനായ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഉപമയിലൂടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വലിയ തെറ്റുകളും കുറ്റങ്ങളും ഒരാളുടെ ജീവിതത്തിൽ ഇരിക്കെ അത് അയാൾ തിരിച്ചറിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് കൊച്ചു കൊച്ചു തെറ്റുകൾ ചെയ്യുന്ന, ചെറിയ ചെറിയ തെറ്റുകളിലൂടെ ജീവിക്കുന്ന ആളുകളെ വിമർശിക്കുന്നു. അവനവൻ്റെ തെറ്റുകളും കുറ്റങ്ങളും വലുതാണ്. ആ വലിയ തെറ്റിനെ ഓർക്കാതെ, മനസ്സിലാക്കാതെ, ആ തെറ്റിനെക്കുറിച്ച് അവബോധമില്ലാതെ അവരൻ്റെ ചെറിയ ചെറിയ ന്യൂനതകളെ, പോരായ്മകളെ, ബലഹീനതകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പർവ്വതീകരിച്ചുകൊണ്ട് അവരെ വിമർശിക്കുന്ന ഒരാളെ കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ കോലാണോ വലുത്, കരടാണോ വലുത്? കോല് വലുതാണ്, കരട് ചെറുതാണ്. അപ്പോൾ സ്വന്തം കണ്ണിൽ വലിയ കോലിരിക്കെ അവരൻ്റെ കണ്ണിലെ ചെറിയ കരടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിക്കുന്ന ഒരു ആളെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് സ്വയം വിമർശിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. അവനവൻ്റെ വലിയ തെറ്റുകളെയും പോരായ്മകളെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് തിരുത്തിയതിന് ശേഷമാണ്, അത് പരിഹരിച്ചതിന് ശേഷമാണ് അവരൻ്റെ തെറ്റിനെ വിമർശിക്കാൻ പാടുള്ളൂ എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. എത്ര നല്ല ഉദാത്തമായ മാതൃകയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. തൻ്റെ അപ്പോസ്തലന്മാരോടായും തന്നെ അനുഗമിച്ചവരായ ആളുകളെക്കുറിച്ചാണല്ലോ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു ഈ വലിയ യാഥാർത്ഥ്യം ആ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. വിമർശനത്തിൻ്റെ ഉത്തുംഗമായിരിക്കുന്ന ഒരു നല്ലൊരു നിർവചനമാണ്, മാതൃകയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വാക്യത്തിലെ വിധി എന്നതിന് ഗ്രീക്ക് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ക്രൈനറ്റ് എന്ന വാക്കാണ്. ഈ ക്രൈനറ്റ് എന്ന ഗ്രീക്ക് പദത്തിന് ക്രിട്ടിസൈസ് എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവാണ് പുതിയ നിയമത്തിൽ ഈ ക്രിട്ടിസൈസ് അല്ലെങ്കിൽ വിമർശനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അത് ശരിയായ നിലയിലായിരുന്നു. കാരണം ഒരാളെ വിമർശിക്കുമ്പോൾ ആരെ വിമർശിക്കാനായിട്ട് പുറപ്പെടുന്നുവോ, വിമർശിക്കുന്നവൻ ആരായിരിക്കണം? സ്വയം ആദ്യം വിമർശിക്കണം. ഒരു ആത്മവിമർശനം സ്വയം നടത്തണം. എന്നിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അവരെ വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും അവൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനും. ഇപ്പോൾ വലിയ വലിയ തെറ്റുകളും കുറ്റങ്ങളും ഒരുവൻ്റെ ജീവിതത്തിലിരിക്കെ അതിനെ മൂടി വെച്ചുകൊണ്ട് കൊച്ചു കൊച്ചു തെറ്റുകളുള്ള, ചെറിയ പോരായ്മകളുള്ള വ്യക്തികളെ രൂക്ഷമായ നിലയിൽ വിമർശിക്കാൻ പോകുന്നത് തികച്ചും അവകാശമാണ്. അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. അതാണ് യേശുക്രിസ്തു പറഞ്ഞ്, സ്വന്തം കണ്ണിൽ കോൽ ഇരിക്കെ അവരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ ശ്രമിക്കുന്ന നീ നിന്നെ തന്നെയാണ് വിമർശിക്കേണ്ടത്. നിന്റെ കണ്ണിലെ കോൽ നീ ആദ്യം എടുത്തു കളഞ്ഞാൽ അവരൻ്റെ കണ്ണിലെ കരട് നിനക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും എന്ന് കർത്താവ് ഇവിടെ ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആയതിനാൽ നാം ഈ ദൈവവചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിമർശനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സുതാര്യമാണ്. അത് വളരെ സുഗമമായി ഏവർക്കും അനുവർത്തിക്കുവാനും പാലിക്കുവാനും കഴിയുന്നതായ നല്ല ഒരു ചിന്തയാണ്. ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം തൻ്റെ ഒടുവിലത്തെ അപ്പോസ്തലനായ പൗലോസ് വിമർശനത്തിൻ്റെ മറ്റൊരർത്ഥം തൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്ന സൂചന നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 14-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത് എന്നാണ് ആ വാക്യം. ഒരു ചെറിയ വാക്യമാണ്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്.
ആ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ ശരിയായിരിക്കുന്ന അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ഇതൊരു തെളിഞ്ഞ പരിഭാഷയല്ല. ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മറ്റ് ഇംഗ്ലീഷ് പരിഭാഷകൾ അല്ലെങ്കിൽ മൂലകൃതികളൊക്കെ പരിശോധിക്കണം. അപ്പം അങ്ങനെ നാം നോക്കുമ്പോൾ അതിൻ്റെ ഒരു തെളിഞ്ഞ പരിഭാഷ ഇവിടെ പ്രസ്താവിക്കുന്നു. നിങ്ങൾ ശരിയെന്ന് കരുതി ചെയ്യുന്ന ഒരു കാര്യത്തെ അന്യർ ദുഷിച്ചു പറയുവാൻ ഇടവരുത്തരുത്. ഇതാണ് ആ വാക്യത്തിൻ്റെ തെളിഞ്ഞ പരിഭാഷ. ന്യൂ ഇന്ത്യ ബൈബിൾ വെർഷൻ എന്ന പരിഭാഷയിലാണ് ഇത് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശരിയെന്ന് കരുതി ചെയ്യുന്ന ഒരു കാര്യത്തെ അന്യർ ദുഷിച്ചു പറയുവാൻ ഇടവരുത്തരുത് എന്നാണ് അതിനർത്ഥം. അതായത് നമ്മുടെ കണ്ണിൽ ശരിയെന്ന് തോന്നുന്നത് അവരന് ശരിയായിരിക്കണമെന്നില്ല. അപ്പോൾ അന്യർക്ക് കൂടി നമ്മുടെ ശരി ബോധ്യമാകണം. അവൻ്റെ ജീവിതം ശരിയാണ്, അവൻ പറഞ്ഞത് ശരിയാണ്, അത് നീതിയാണ്, ന്യായമാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോരാ, അത് മറ്റുള്ളവർക്ക് കൂടി തോന്നണം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നാം മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്ന നിലയിൽ നമ്മുടെ നീതിപൂർവമായ അല്ലെങ്കിൽ നന്മ നിറഞ്ഞതായ ഒരു ജീവിതം നാം കെട്ടിപ്പടുക്കണം. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മെ വിമർശിക്കുവാൻ നാം അവസരം കൊടുക്കരുത് എന്ന് ഏറ്റവും ലളിതമായ രീതിയിൽ ഈ വാക്യത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മിലുള്ള നന്മയെക്കുറിച്ച് ആരും വിമർശിക്കുവാനുള്ള അവസരം നാം കൊടുക്കരുത്. അതുകൊണ്ട് മാതൃകാപരമായ ഉള്ള ജീവിതമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് കുറ്റമറ്റ ഒരു ജീവിതമാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ മാതൃകയാണല്ലോ നമുക്കുണ്ടാകേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കിയാൽ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. നിങ്ങൾ എന്നെ അനുകരിപ്പിൻ, നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുക. ആയതിനാൽ ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും ആകുവിൻ എന്നാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസും അല്ലെങ്കിൽ പത്രോസും മുതലായ അപ്പോസ്തലന്മാരുടെയൊക്കെ എഴുത്തുകളിൽ വിമർശനത്തിൻ്റെ ചില ചിന്തകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ചിലത് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിമർശനാത്മകമായ ചിന്ത മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആയതിനാൽ കരടാണോ വലുത്, കോലാണോ വലുത് എന്ന് സ്വയം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആരെയും നമുക്ക് വിമർശിക്കാം, ഏതൊരു ആശയത്തെയും വിമർശിക്കാം. പക്ഷേ ആ വിമർശനങ്ങൾ ആരോഗ്യകരവും യുക്തിസഹവും ആയിരിക്കണം എന്നതാണ് സുപ്രധാനമായിരിക്കുന്നത്. അവനവൻ്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും പോരായ്മകളെയും മറച്ചു വെച്ചുകൊണ്ട് അവരൻ്റെ ചെറിയ ബലഹീനതകളെ, ന്യൂനതകളെ പർവ്വതീകരിച്ചുകൊണ്ട് വിമർശിക്കുന്നത് തികച്ചും നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നതായ അല്ലെങ്കിൽ നല്ലതായ ഒരു പ്രവണത അല്ല എന്നതാണ് ദൈവശാസ്ത്രവും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിമർശനത്തിൻ്റെ തത്വശാസ്ത്രവും വിമർശനത്തിൻ്റെ മനഃശാസ്ത്രവും വിമർശനത്തിൻ്റെ ദൈവശാസ്ത്രവും എന്താണ് എന്ന് നാം മനസ്സിലാക്കിയല്ലോ. അടുത്തതായിട്ട് ഈ വിമർശനം ലോകത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? BC 4-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിൽ പൊയറ്റിക്സ് എന്ന ഒരു കൃതി എഴുതുകയുണ്ടായി. BC 4-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിൽ പൊയറ്റിക്സ് എന്ന ഒരു കൃതി എഴുതി. ഇത് സാഹിത്യ നിരൂപണങ്ങളെക്കുറിച്ചുള്ള ഒരു തരം തിരിച്ചറിവും വിശദീകരണവും വിമർശനവുമാണ്. അപ്പോൾ BC 4-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിൽ എഴുതിയ ഒരു സാഹിത്യമാണ് അല്ലെങ്കിൽ ഒരു കാവ്യമാണ് പൊയറ്റിക്സ് എന്നത്. അപ്പോൾ അത് ഒരു സാഹിത്യ നിരൂപണവും വിമർശനാത്മകവും അത് വിശദീകരിക്കുന്നതായ ഒന്നായിരുന്നു ഈ സാഹിത്യകൃതി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ അരിസ്റ്റോട്ടിലിന് ശേഷം 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 22 വയസ്സുള്ള അലക്സാണ്ടർ പോപ്പ് എന്ന ഒരു ചെറുപ്പക്കാരൻ എഴുതിയ ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം എന്ന ഒരു സാഹിത്യ നിരൂപണമാണ് ആദ്യത്തെ വിമർശനാത്മകമായ കൃതിയായിട്ട് ലോകത്തിൽ പൊതുവെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അലക്സാണ്ടർ പോപ്പ് എന്ന ഒരു ചെറുപ്പക്കാരൻ എഴുതിയ ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം എന്ന കാവ്യമാണ് ലോകത്തിലെ ആദ്യത്തെ
വിമർശനാത്മക ഗ്രന്ഥമായി ലോകം അംഗീകരിച്ചിരിക്കുന്നത്. അത് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു. അപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിൽ അത് BC 4-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിൽ തുടങ്ങി വെച്ചുവെങ്കിലും അതിന് കൂടുതൽ സ്വീകാര്യത ഉണ്ടായത് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു. അപ്പോൾ വിമർശനത്തിൻ്റെ സാഹിത്യപരമായ വിലയിരുത്തൽ എന്താണ്, അതിൻ്റെ തത്വജ്ഞാനപരമായ വിലയിരുത്തൽ എന്താണ്, അതിൻ്റെ മനഃശാസ്ത്രപരമായ വിലയിരുത്തൽ എന്താണ്, ദൈവശാസ്ത്രപരമായ വിലയിരുത്തൽ എന്താണ് എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ശാസ്ത്രീയമായും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് വിമർശനം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതെങ്ങനെയാണ് ആ പദം ഉണ്ടായത്, വിമർശനം ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്, അതിൻ്റെ വീക്ഷണങ്ങളും അർത്ഥങ്ങളും ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ആരെയും വിമർശിക്കാം, പക്ഷെ വിമർശനമെല്ലാം ആരോഗ്യകരമായിരിക്കണം, സുതാര്യമായിരിക്കണം, അത് സൃഷ്ടിപരമായിരിക്കണം, അത് പ്രബോധനപരമായിരിക്കണം. കാടടച്ച് ഒരു അർത്ഥവുമില്ലാതെ ഏതെങ്കിലും വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലോ തത്വദീക്ഷയില്ലാതെ ആരെയും വിമർശിക്കുവാനായിട്ട് പാടില്ല എന്നതാണ് വിമർശനത്തിൻ്റെ ശാസ്ത്രീയമായ വശം. ആയതിനാൽ നാം വിമർശനാത്മകമായ ഒരു ജീവിതമാണ് നാം നയിക്കേണ്ടത്. സ്വയം വിമർശനത്തിന് വിധേയമായ നിലയിൽ നമ്മുടെ ജീവിതത്തെ നാം കെട്ടിപ്പടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. രാഷ്ട്രീയ, സാഹിത്യ, മത, ആത്മീക, കലാ മണ്ഡലങ്ങളിലെല്ലാം, മേഖലകളിലെല്ലാം വിമർശനം ഉണ്ട്. അവയെല്ലാം വിമർശനത്തിന് വിധേയമാണ്. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായാലും അതെല്ലാം എങ്ങനെയാണ് നാം വിലയിരുത്തേണ്ടത്? ആശയങ്ങളെയാണ്, ആദർശങ്ങളെയാണ് വിമർശിക്കേണ്ടത്. വ്യക്തികളെയോ മതങ്ങളെയോ സ്ഥാപനങ്ങളെയോ അല്ല, മറിച്ച് ആശയങ്ങളെ മാത്രമായിരിക്കണം. അങ്ങനെയുള്ള വിമർശനങ്ങൾ ആരോഗ്യകരമാണ്. അങ്ങനെ വിമർശനം ഏൽക്കപ്പെടുന്നവർ അവരുടെ ജീവിതത്തെ തിരുത്തി സുതാര്യമായ നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് കഴിയും എന്ന് വിമർശനത്തെക്കുറിച്ച് പഠിച്ചതിൽ നിന്ന് മനസ്സിലായല്ലോ. ഈ സമയം വരെയും പ്രഭാഷണം കേട്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.